മുഖ്യമന്ത്രിയുടെ വ്യാജ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേസെടുത്ത പോലീസ്. കരുണൻ ചാലിൽ എന്ന അക്കൗണ്ട് അഡ്മിനെതിരെ ആണ് അത്തോളി പോലീസ് കേസെടുത്തത്. സരീഷ് പി കെ ഉണ്ട് വിശദാംശങ്ങൾ നൽകുക. സരീഷ്, വിവരങ്ങൾ എങ്ങനെ? ഇന്നലെ വൈകിട്ട് 4:30 കരുണൻ ചാലിൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ മുഖ്യമന്ത്രിയുടെ വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചത്. ആ അഡ്മിനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ന് രാവിലെയാണ് പൊതുപ്രവർത്തകനായ മുഹമ്മദ് ഷമീൻ ഇതുമായി ബന്ധപ്പെട്ട അത്തോളി പോലീസിൽ പരാതി നൽകുന്നത്. പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ കരുണൻ ചാലിൽ എന്ന അക്കൗണ്ടിലൂടെ കരുണൻ എന്ന് പറയുന്ന ഉള്ളേരി സ്വദേശിയായ കരുണനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുകയും അയാൾക്കെതിരെ 2 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 192, ഒപ്പം തന്നെ കേരള പോലീസ് ആക്ട് 120, അതായത് ബോധപൂർവം രാഷ്ട്രീയ സ്പർദ്ധയുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ കലാപം സൃഷ്ടിക്കുക എന്ന രീതിയിൽ ബോധപൂർവം ശ്രമിച്ചു എന്നുള്ള 2 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കരുണൻ എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതയാളുടെ അറസ്റ്റിലേക്കൊന്നും തന്നെ പോയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. സമാനമായി, അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതിനെതിരെ നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതിനെതിരെ വിമർശിക്കുകയും നടപടി ഉണ്ടാകുന്നതിൽ അതൃപ്തി കാണിക്കുകയും ഒക്കെ ചെയ്ത വി.ഡി. സതീശൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു അധ്യാപകനെതിരെ നടപടിയെടുക്കുകയും അത് വിവാദമായപ്പോൾ ആ സസ്പെൻഷൻ പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു ചിത്രം പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊതുപ്രവർത്തകന്റെ പേരിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകന്റെ പരാതിയിൽ ഇപ്പോൾ അത്തോളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശരി, സരീഷ് പേക്കാണ് വിവരങ്ങൾ നൽകിയത്.